ഇനി പൊളിറ്റിക്കൽ ലൈഫിലേക്ക് നമ്മൾ എൻട്രി ചെയ്യണം. എങ്ങനെയായിരുന്നു ലേറ്റർ വേദിക് കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്? ശ്രദ്ധിക്കുക, ഏർലി വേദിക് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫാക്ടറാണ് ജനാസ് എന്ന് പറയുന്നത്. എന്തായിരുന്നു ഏർലി വേദിക് കാലഘട്ടത്തിൽ? ജനാസ് മീനിങ് ട്രൈബ് എന്നാണ്. അന്നത്തെ സൊസൈറ്റിയിലെ ഏറ്റവും ലാർജസ്റ്റ് സോഷ്യൽ ഗ്രൂപ്പിങ്ങിൽ വരുന്നതാണ് ജന, ട്രൈബ്. പക്ഷേ ലേറ്റർ വേദിക് കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഈ ജനാസ് ദേ കമ്പൈൻ ടു ഫോം ജനപദാസ്. ഓക്കെ, ദേ ബിക്കെയിം ജനപദാസ്. ജനപദാസ് എന്ന് വെച്ചാൽ ഈ ട്രൈബുകൾക്ക് ഒരു രാജ്യം സ്ഥാപിക്കപ്പെടാൻ തുടങ്ങി, ഒരു കിങ്ഡം, ഒരു റീജിയണൽ കിങ്ഡം വരാൻ തുടങ്ങി. ജനാസ് കമ്പൈൻ ചെയ്ത് ഒരു വലിയൊരു രാജ്യം രൂപം കൊള്ളാൻ തുടങ്ങി. അത്തരം കിങ്ഡംസിനെയാണ് നമ്മൾ ജനപദാസ് എന്ന് വിളിക്കുന്നത്. അവിടെ ട്രൈബൽ കിങ്ഡംസ് ആയിരിക്കും. ഓക്കെ, ട്രൈബൽ കിങ്ഡംസ് ആയിട്ട് വരാൻ തുടങ്ങുന്നു. ഈ ജനപദാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ തുടങ്ങിയോടുകൂടി രാജാവിൻ്റെ പവർ ഇൻക്രീസ് ആവാൻ തുടങ്ങി. രാജാവിൻ്റെ പവർ കൂടുന്നത് ജനപദാസ് വലുതാവാനും കാരണമാണ്. ജനപദാസ് വലുതാവുന്നത് രാജാവിൻ്റെ പവറും കൂട്ടുന്നുണ്ട്. രാജാവിനെ പല കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ രാജാവിൻ്റെ പവർ കൂട്ടി നൽകുന്ന വ്യക്തി ആരാന്ന് വെച്ചാൽ അത് ബ്രാഹ്മണന്മാരാണ്. രാജാക്കന്മാരെല്ലാം വന്ന് ക്ഷത്രിയ ക്ലാനിൽപ്പെട്ടവരായിരിക്കും മോസ്റ്റ്ലി. പക്ഷെ ക്ഷത്രിയന്മാരെ സഹായിക്കുന്നത് ബ്രാഹ്മണന്മാരാണ്. ബ്രാഹ്മണന്മാരെ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും. ക്ഷത്രിയന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരെ ദൈവതുല്യനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണ്, അതുകൊണ്ട് രാജാവ് പറയുന്നത് എല്ലാവരും അനുസരിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പഠിപ്പിച്ച് നൽകുന്ന അതാ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ പറയുമ്പോൾ എല്ലാവരും വിശ്വസിക്കും. കാരണം ബ്രാഹ്മണൻ പുരോഹിതനാണ്, ബ്രാഹ്മണ ശ്രേഷ്ഠൻ എന്നൊക്കെ ആ കാലഘട്ടത്തിൽ അവരെ വിളിക്കുന്നത്. ദൈവവുമായിട്ട് അടുത്ത പരിചയമുള്ള ആൾക്കാരാണ് എന്നാണ് ധാരണ. അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണന്മാർ ക്ഷത്രിയന്മാരെ സഹായിക്കും. ക്ഷത്രിയന്മാരും വെറുതെ ഇരിക്കില്ല. ബ്രാഹ്മൺസിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സ്വത്തുക്കളും ലാൻഡും വെൽത്ത് ഒക്കെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ബ്രാഹ്മൺസും പ്രോമിനൻ്റ് ആകാൻ തുടങ്ങി. ഒരു സൈഡിൽ കൂടെ ക്ഷത്രിയന്മാരും പ്രോമിനൻ്റ് ആകാൻ തുടങ്ങി. ബ്രാഹ്മൺസ് പ്രോമിനൻ്റ് ആകുമ്പോൾ സാക്രിഫൈസുകളുടെ എണ്ണം കൂടും. ഇപ്പൊ നിങ്ങൾ പണ്ട് പുരാണ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അശ്വമേധം സാക്രിഫൈസ്, രാമായണ കഥകളിലൊക്കെ ഉണ്ട് അശ്വമേധം. അശ്വമേധം എന്ന് വെച്ചാൽ എന്താ? രാജാവിൻ്റെ അശ്വം അല്ലെങ്കിൽ രാജാവിൻ്റെ കുതിരയെ രാജാവ് ഇങ്ങനെ യജ്ഞം നടക്കുന്ന സമയത്ത്, സാക്രിഫൈസ് ചെയ്യുന്ന സമയത്ത് കുതിരയെ ഇങ്ങനെ തുറന്നു വിടുമ്പോൾ കുതിര എവിടെയൊക്കെ സഞ്ചരിക്കുന്നു അതെല്ലാം രാജാവിന് സ്വന്തമാണെന്നാണ് വിശ്വാസം. ഓക്കെ, ഇൻ കേസ് ആരെങ്കിലും ആ കുതിരയെ കെട്ടിയിടാൻ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് രാജാവ് യുദ്ധത്തിൽ ഏർപ്പെടണം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ വ്യക്തിയെ തോൽപ്പിച്ചിട്ട് വേണം ആ പ്രദേശം പിടിച്ചെടുക്കാൻ. അപ്പൊ ഇതിനെയാണ് നമ്മൾ അശ്വമേധം സാക്രിഫൈസ് എന്ന് പറയുന്നത്. അതുപോലെ വജപേയം, രാജസൂയം, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാക്രിഫൈസുകൾ അന്ന് കണ്ടക്ട് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ രാജസൂയം എന്ന് വെച്ചാൽ കോറോണേഷൻ സെറമണിയാണ്. രാജാവിൻ്റെ ഈ പട്ടാഭിഷേകം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സെറമണിയാണ് രാജസൂയം. വജപേയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, രാജാവിൻ്റെ ഏജിങ്, രാജാവിനെ റീവൈറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാക്രിഫൈസ് ആണ് വജപേയം. ഇങ്ങനെയുള്ള സാക്രിഫൈസുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്ന ബ്രാഹ്മിൺസ് ആണ്. സോ ബ്രാഹ്മിൺസിന്റെ ഇമ്പോർട്ടൻസ് കൂടാൻ തുടങ്ങി. രാജാവിന്റെ പവർ കൂടാൻ തുടങ്ങിയപ്പോൾ രാജാവിനെ അന്ന് അസിസ്റ്റ് ചെയ്തിരുന്ന 2 ബോഡീസിലെ സഭാസ്, സമിതീസ്, ദേ ഗോട്ട് ഡിക്ലൈൻഡ്. കാരണം പണ്ട് രാജാവിനെ എലക്റ്റഡ് ആയിരുന്നു. രാജാവ് മൊണാർക്കിൽ രാജാവാണെങ്കിലും ഹെറിറ്ററി അല്ല. ദ കിങ് വാസ് ബീൻ എലക്റ്റഡ് ബൈ സമിതി എലക്ട് ചെയ്യുന്ന ആളായിരുന്നു രാജാവ്. ഇപ്പൊ അങ്ങനെയല്ല. ഓക്കെ, ഇപ്പോ രാജാവ് ഒരു ഹെറിറ്ററി ഭരണാധികാരിയായിട്ട് മാറി. കാരണം സമിതിയുടെയും സഭയുടെയും ഇമ്പോർട്ടൻസ് കുറഞ്ഞു, രാജാവിന്റെ പവർ കൂടുന്നു. സ്ത്രീകളുടെ കണ്ടീഷൻ മോശപ്പെടാൻ തുടങ്ങുന്നു. സഭാ സമിതി പോലത്തെ അസോസിയേഷൻസിൽ പോലും സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റാതെയായി. അത്തരം സാഹചര്യങ്ങളിലേക്ക് പൊളിറ്റിക്കൽ കണ്ടീഷൻ കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ എക്കണോമിക് ലൈഫിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ ഏർലി വേദിക് കാലഘട്ടത്തിലെ എക്കണോമിക് ലൈഫ് പ്രൈമർലി വാസ് ഡിപ്പെൻഡ് അപ്പോൺ കാറ്റിൽ റെയറിങ്. പക്ഷേ ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ വന്നപ്പോൾ അഗ്രികൾച്ചർ ബിക്കെയിം ദി പ്രൈമറി ഓക്കുപ്പേഷൻ. അഗ്രികൾച്ചർ ഒരു ചീഫ് ഓക്കുപ്പേഷൻ ആയിട്ട് മാറി. പക്ഷെ അവിടെ കാറ്റിൽ റെയറിങ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും ദ ചീഫ് ഓക്കുപ്പേഷൻ ബിക്കെയിം അഗ്രികൾച്ചർ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൂടുമ്പോൾ കൂടെ തന്നെ ഒരു പെർട്ടിക്കുലർ സെക്ഷന് കൂടി ഇമ്പോർട്ടൻസ് വരും, ലാൻഡ്. അഗ്രികൾച്ചറിന്റെ പ്രോമിനൻസ് കൂടുമ്പോൾ ലാൻഡിന്റെ വില കൂടും.
ലാൻഡ് ഒരു വെൽത്തായിട്ട് കാണാൻ തുടങ്ങും ആൾക്കാർ, അല്ലേ? അപ്പോൾ അഗ്രികൾച്ചർ ചീഫ് ഓക്കുപ്പേഷൻ ആവുന്നു, ലാൻഡ് ഇമ്പോർട്ടൻ്റ് ആവുന്നു. റൈസ്, ബാർലി, ബീൻസ്, സീസം സീഡ്സ്, വീറ്റ് തുടങ്ങിയവ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. റൈസും കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇൻഡസ് വാലി സിവിലൈസേഷൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. റൈസ് അല്ലെങ്കിൽ അതിന്റെ എവിഡൻസ് അധികം ഇല്ല ഇന്ത്യയിൽ. റൈസ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും IVC അധികം കിട്ടുന്നില്ല, ഇന്ത്യയിൽ നിന്നല്ല IVC. പക്ഷേ വേദിക് കാലഘട്ടത്തിൽ, എസ്പെഷ്യലി ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. വേദിക് ടെക്സ്റ്റുകളിൽ റൈസിനെ വ്രിഹി എന്ന വാക്കുകൊണ്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. വ്രിഹി മീനിങ് റൈസ്. ഇനി അയൺ ഡിസ്കവർ ചെയ്യുന്നതും ഈ സമയത്താണ്. അയൺ കണ്ടെത്തുന്നതും ഈ സമയത്താണ്. അയണിനെ വേദിക് ടെക്സ്റ്റുകളിൽ കൃഷ്ണ ആയാസ് എന്നോ ശ്യാമ ആയാസ് എന്നോ പറയാറുണ്ട്. ആയാസ് എന്ന് വെച്ചാൽ മെറ്റൽ എന്നർത്ഥം. നമ്മൾ ഏർലി വേദിക് കാലഘട്ടത്തിൽ കണ്ടതാ. ആയാസ് എന്ന് വെച്ചാൽ മെറ്റലാണ്, അല്ലെ? അപ്പൊ ഇവിടെ കൃഷ്ണ ആയാസ് വെച്ചാൽ ബ്ലാക്ക് മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് അയണെയാണ്. അയൺ വാസ് ഡിസ്കവേർഡ്. ടാക്സുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. രാജാവിന്റെ പവർ കൂടുന്നു, രാജാവ് ടാക്സുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങും. ഭാഗ, ബലി, 2 ടൈപ്പ് ഓഫ് ടാക്സുകളാണ് വേദിക് കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭാഗ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഭാഗം. നമ്മൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിലൊരു പെർട്ടിക്കുലർ ഭാഗം, ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഷുഡ് ബി ഗിവൺ ടു ദ കിങ് ആസ് ടാക്സ്. അതാണ് ഭാഗ. ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 തേങ്ങ ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന 100 തേങ്ങയാണെങ്കിൽ ആ 100ന്റെ ഒരു ഏകദേശം ഒരു 1/4, 4 ഭാഗം ഭാഗമായിട്ട് രാജാവിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. ഭാഗ ഇസ് എ ടാക്സ്. ഇപ്പം നമ്മൾ 100 തേങ്ങയാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1/4 എന്ന് വെച്ചാൽ ഏകദേശം 25 തേങ്ങ രാജാവിന് കൊടുക്കണം. അതാണ് ഭാഗ എന്ന് പറയുന്ന ടാക്സ്. ഇനി ബലി എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ടാക്സ് ആയിട്ട് കൂട്ടാക്കാൻ പറ്റത്തില്ല, പക്ഷെ ഒരു വോളണ്ടറി ട്രിബ്യൂട്ടാണ്. അത് രാജാവിന് എന്തെങ്കിലും കാഴ്ച വയ്ക്കുക എന്നൊക്കെ പറയത്തില്ല. രാജാവിനെ കാണാൻ പോകുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു പെർട്ടിക്കുലർ സംഭവം, അത് കണക്കൊന്നുമില്ല, വോളണ്ടറി ആയിട്ട് ഞാൻ രാജാവിൻ്റെ മുമ്പിൽ കാഴ്ച വയ്ക്കും. അത്രയും വോളണ്ടറി ട്രിബ്യൂട്ടാണ് ബലി എന്ന് പറയുന്നത്. കമ്പൽസറി അല്ല, അത് വോളണ്ടറി ആണ്. പക്ഷെ ഭാഗ ഇസ് കമ്പൽസറി. നോർമലി 1/4 ആയിരിക്കും ഭാഗ. 1/4 ഓഫ് ദി പ്രൊഡ്യൂസ് ആണേ. കാരണം ഈ കാലഘട്ടത്തിൽ അധികം മോണിറ്ററി സർക്കുലേഷൻ ഒന്നും പ്രോമിനൻ്റ് അല്ല. ഉണ്ട്, പതുക്കെ പതുക്കെ ചെറിയ ചെറിയ കോയിൻസും മറ്റൊക്കെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷെ പ്രോമിനൻ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ടാക്സുകളെല്ലാം പ്രൊഡ്യൂസിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എത്രയാണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇത്ര എന്ന രീതിയിലായിരിക്കും പോവുക. ഇനി നോക്കാം, ഈ ടാക്സുകൾ കൊടുക്കുന്നത് മോസ്റ്റ്ലി ആരായിരിക്കും? വൈശ്യ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരായിരിക്കും. കാരണം ഇപ്പൊ ബ്രാഹ്മിൻസിന്റെ കയ്യിൽ ഒരുപാട് ലാൻഡ് ഉണ്ട്, അവർ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ലാൻഡും അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് കിട്ടിയ ലാൻഡ് മെജോറിറ്റിയും രാജാവ് ഡൊണേറ്റ് ചെയ്ത ലാൻഡാണ്. വെറുതെ കൊടുക്കുന്ന ലാൻഡാണ് ബ്രാഹ്മണന്മാർക്ക് കിട്ടുന്നത്. അവർ ചെയ്യുന്ന സർവീസിന് ബ്രാഹ്മണന്മാർക്ക് വെറുതെ കുറേ ലാൻഡുകൾ കൊടുക്കും. ടാക്സ് ഫ്രീ ലാൻഡാണ്. പിന്നെ അവിടെ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അവിടെ കൃഷി ചെയ്യുന്നത് ബ്രാഹ്മണന്മാരെ നേരിട്ടായിരിക്കണം എന്നില്ല, ഏതെങ്കിലും ശൂദ്ര കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെ വച്ചിട്ടായിരിക്കും കൃഷി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ബ്രാഹ്മണന്മാർ എന്ത് കൊടുക്കേണ്ടി വരത്തില്ല? ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ല. പിന്നെ ഉള്ളത് ക്ഷത്രിയന്മാരാണ്. അവർ രാജകുടുംബത്തിൽപ്പെട്ട ആൾക്കാരെന്ന ആംഗിളിലാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അവരും എന്ത് ചെയ്യണ്ട? ടാക്സ് കൊടുക്കണ്ട. ശൂദ്രന്മാരുടെ അവസ്ഥ എന്താ? അവർക്ക് സ്വന്തമായിട്ട് ലാൻഡ് പോലും കാണണം എന്നില്ല, അവർ വേറെ ആരുടെയെങ്കിലും ലാൻഡിൽ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരും മോസ്റ്റ്ലി ടാക്സ് പേ ചെയ്യാറില്ല. പിന്നെയുള്ളത് വൈശ്യാസ. കാരണം വൈശ്യാസ് ആർ ദ മോസ്റ്റ് എക്കണോമിക് പവർ ഇൻ എ കൺട്രി. ഒരു രാജ്യത്തെ ഏറ്റവും വലിയ എക്കണോമിക് റിസോഴ്സ് ആയിട്ട് പറയപ്പെടുന്ന വൈശ്യാസാണ്. അവരുടെ കയ്യിൽ മാത്രമേ കാശ് ഉണ്ടാവുള്ളൂ, വെൽത്ത് ഉണ്ടാവുള്ളൂ. കാരണം അവർ കച്ചവടക്കാരാണ്, ആർട്ടിസൻസ് ആണ്. അപ്പോൾ അവരാണ് മോസ്റ്റ്ലി ടാക്സുകൾ നൽകാറുള്ളത്. അവരാണ് മാത്രമെന്ന് പറയാൻ പറ്റത്തില്ല. ഒള്ളി എന്ന് പറയുന്നുണ്ടെങ്കിലും ഒള്ളി അവർ മാത്രമല്ല, ബാക്കിയുള്ളവരും കൊടുക്കാം. പക്ഷെ മോസ്റ്റ്ലി ദേ ആർ ദി ടാക്സ് പേയേഴ്സ്. പതുക്കെ പതുക്കെ കോയിൻസ് സർക്കുലേഷൻ വരാൻ തുടങ്ങുന്നു. ശതമാൻ കൃഷ്ണാല എന്ന് പറഞ്ഞൊരു കോയിൻ വേദിക് ടെക്സ്റ്റുകൾ പലവട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട് അവർ. ശതമാൻ കൃഷ്ണാല മേ ബി അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കോയിൻ്റെ പേരായിരിക്കും. മോണിറ്ററി സർക്കുലേഷൻ യൂസ് ചെയ്തൊരു കോയിൻ്റെ പേരായിരിക്കും ശതമാൻ കൃഷ്ണാല. പിന്നെ ഒരു കുസിദിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും വേദിക് ടെക്സ്റ്റുകളത്ത് പറയുന്നുണ്ട്. കുസിദിൻ എന്ന് ഉദ്ദേശിക്കുന്നത് മണി ലെൻഡേഴ്സ് ആണ്, അഥവാ ഏഴ്സറർ മണി ലെൻഡേഴ്സ്.
അവരെ വേദിക് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യപ്പെട്ടിട്ട പേരുള്ള അക്കൂസിദിൻ. ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ആ സമയത്ത് മണി സർക്കുലേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, എക്കണോമിക് ലൈഫ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ശ്രദ്ധിക്കുക, ഇത് മാത്രമല്ല, നമ്മൾ കണ്ടു അഗ്രികൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ, അയൺമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ടാക്സ് കളക്ടേഴ്സ് ഉണ്ടാവും, വൈശ്യാസ് ഉണ്ടാവും, മണി ലെൻഡേഴ്സ് ഉണ്ടാവും. ഇതും പോരാ